RDX സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. തൃപ്പൂണിത്തുറ പോലീസാണ് വഞ്ചന, ഗൂഢാലോചന, കുറ്റം എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുത്തത്. നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെ തൃപ്പൂണിത്തുറ സ്വദേശി അഞ്ജന എബ്രഹാമാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, RDX സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ലക്ഷ്മി, ഈ അഞ്ജന നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അത് പോലീസിന് നൽകിയിരുന്നു. മാധ്യമങ്ങളോടും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ സിനിമയ്ക്കായി RDXനായി താൻ 6 കോടി രൂപയാണ് മുടക്കിയത്. ആ ലാഭവിഹിതത്തിന്റെ 30% തനിക്ക് നൽകാമെന്ന് പറഞ്ഞത്. എന്നാൽ 6 കോടി രൂപ തിരികെ നൽകി. അതിൽ 1 രൂപ പോലും ലാഭവിഹിതം ആദ്യം നൽകാൻ തയ്യാറായില്ല. പിന്നീട് പലതവണ ആവശ്യപ്പെട്ടപ്പോൾ, പലതവണ ഇതിന് പിന്നാലെ നടന്നപ്പോൾ 3 കോടി രൂപ കൂടി നൽകുകയും ചെയ്തു. എന്നാൽ തങ്ങൾക്ക് അവകാശപ്പെട്ട ലാഭവിഹിതം 3 കോടി രൂപ മാത്രമല്ല, 20 കോടിയോളം രൂപ തങ്ങൾക്ക് ലഭിക്കണം. കാരണം സിനിമ അത്ര വലിയ സാമ്പത്തിക ലാഭം പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് നടത്തിയിട്ടുള്ള റിലീസുകളിലൂടെ നേടിയിട്ടുണ്ട്. ദുബായിലടക്കം റിലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. 100 കോടിയോളം രൂപ സിനിമയുടെ ലാഭവിഹിതമായി നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 20 കോടിയിലധികം രൂപയുടെ ലാഭവിഹിതത്തിന് തങ്ങൾ അർഹനാണ്. എന്നാൽ ഈ നിർമ്മാതാക്കൾ തങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു ന്യായമെന്ന് പറയുന്നത് സിനിമയ്ക്ക് വലിയ തോതിൽ ചെലവ് അധികമായി വന്നു, പ്രതീക്ഷിച്ചതിലും ചെലവ് സിനിമയ്ക്ക് ഉണ്ടായി എന്ന കാര്യമാണ്. എന്നാൽ അത് തെളിയിക്കുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളോ രേഖകളോ ഇതുമായി ബന്ധപ്പെട്ട ചെലവുകൾ വിവരിക്കുന്ന കണക്കുകളോ ഒന്നും തന്നെ ഹാജരാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. തങ്ങളുടെ കൂടി പണം മുടക്കി നിർമ്മിച്ച സിനിമ വലിയ ലാഭമുണ്ടാക്കിയിട്ടും നൽകാമെന്ന് പറഞ്ഞ ലാഭവിഹിതം പോലും നൽകാതെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് ഇവർ നൽകിയ പരാതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർമ്മാതാക്കൾക്കെതിരെ ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്ത് തുടർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഈ നടപടി. ജിജീഷ് വിവരങ്ങൾ നൽകിയത്.